Hello all, welcome to Earnest Academy. HSST Computer Science Marathon Live ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് HSST Computer Science-ൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സിലബസ് ആണ്. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല സിലബസിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ഈ മോഡ്യൂള്, ഈ ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞ മോഡ്യൂള് നമുക്ക് മോഡ്യൂൾ 3-നായിട്ടാണ് ഉള്ളത്. അതിനകത്ത് 16 മാർക്കിന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് പ്രോഗ്രാമിംഗ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡേറ്റാബേസിൽ ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡേറ്റാബേസിൽ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത്. സിലബസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സിലബസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇച്ചിരി ഉണ്ട് പഠിക്കാനായിട്ട്. കുറെ കൺസെപ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ER ഡയഗ്രാം പഠിക്കാനുണ്ട്, റിലേഷണൽ ആൾജിബ്ര പഠിക്കാനുണ്ട്, അപ്ലൈ കാൽക്കുലസ് പഠിക്കാനുണ്ട്, ഡേറ്റാബേസ് ഡിസൈൻസിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്, ദെൻ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്, നോർമലൈസേഷൻ, SQL, ട്രാൻസാക്ഷൻ ആൻഡ് കൺട്രോൾ, കൺകറൻസി കൺട്രോൾ. ഈ ട്രാൻസാക്ഷൻ ആൻഡ് കൺകറൻസി കൺട്രോൾ തന്നെ ഏകദേശം ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരു മോഡ്യൂളാണ്. ഓക്കെ, ഒരു മോഡ്യൂളിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, ആസെറ്റ് പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് കൺകറൻസി കൺട്രോൾ, പ്രോട്ടോകോൾസ് ഉണ്ട്, ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഒറ്റ ലൈൻ കണ്ട് നിങ്ങൾ ആരും സിലബസ് വളരെ ചെറുതാണ്, ഡേറ്റാബേസ് ഭയങ്കര എളുപ്പമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് പഠിക്കുകയും. ഓക്കെ, അപ്പോ ഇതിനകത്ത് PSC എഴുതാത്തവരായിട്ട് കുറച്ച് പേര് കാണും. ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആൾക്കാർ കാണും. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 1 ഡേ ക്ലാസ്സിൽ മാക്സിമം നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അതും കടന്നിട്ട് കുറച്ചും കൂടെ, അതായത് ഇതുവരെയ്ക്കും നമ്മൾ ആരും എല്ലാരും എക്സാം എഴുതണം എന്നുള്ള ഒരു കാര്യം മാത്രമേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ആഡ് ഓൺ ആയിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം എല്ലാ ആൾക്കാരും ഒരു ഇന്റർവ്യൂ ലെവലിലേക്ക് പോകുന്നില്ല. എല്ലാ ആൾക്കാരും എന്താ ചെയ്യുന്നത്, നമ്മുടെ കൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നു, OMR ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അത് പാസ്സാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇന്റർവ്യൂവിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്റർവ്യൂവിന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇന്നത്തെ സെക്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 ഡിസ്കഷൻ ആയിട്ടാണ്. OMR ഓൺലൈൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ ഇന്റർവ്യൂവിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഇന്റർവ്യൂവിനും എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. സാധാരണ 2 രീതിയിലാണ് ഇന്റർവ്യൂവില് ഡേറ്റാബേസിലേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് എന്താണ്, നമ്മളെടുത്ത് ചിലപ്പോ നമ്മുടെ പെർഫോമ കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു പെർഫോമ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആ പെർഫോമ കണ്ടിട്ട് അവര് ആ പെർഫോമയെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ച് അതിൽ നിന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്ട് ഏതിനകത്താണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത്, അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളത്, ആ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കാം. അപ്പോ നമുക്ക് ഇഷ്ടം ഡേറ്റാബേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതല്ല, പെർഫോമയ്ക്കകത്ത് നമ്മൾ PhD വല്ലതും ചെയ്യുകയാണ്, അത് ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്തും ഇതിനകത്തുനിന്ന് ബേസിക് ആയിട്ടുള്ള ഡേറ്റാബേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറയുന്ന ആള് ഡേറ്റാബേസിലെ ഒരു പുള്ളിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഏതിനകത്തായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഡേറ്റാബേസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്? ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു വേഗ ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ല ചോദിക്കാൻ പോകുന്നത്. എന്റെ അടുത്ത് ഞാനിപ്പോ ഒരു 4 ഇന്റർവ്യൂയോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 4 ഇന്റർവ്യൂവില് എന്റെ അടുത്ത് ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്റെ
കൊളീഗ്സിന്റെ അടുത്തും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും ചോദിച്ച പല ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ഡെപ്തിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഏതൊരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് അവരുടെ ലെവൽ അങ്ങ് കൂട്ടും. ഒരു മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെയാണ്. നമ്മൾ മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യനും നന്നായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊരു രണ്ടോ മൂന്നോ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു ഏരിയ കാണും. ആ ഏരിയ എന്ന് പറയുന്നത് കറന്റ്ലി എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ആ ഏരിയയിൽ നടക്കുന്നത്. ഡേറ്റാബേസിനകത്ത് കറന്റ് ആയിട്ട് ഏത് ടൈപ്പ് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മോഡേൺ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈസി, മീഡിയം, ഡിഫിക്കൽട്ട് പ്ലസ് മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി ഇൻ ദ റിലവന്റ് സബ്ജക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു എക്സാം അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ള രീതി ആദ്യം അടുത്തതായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഈ കഴിഞ്ഞ പ്രോഗ്രാമറിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ്? ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് മോഡൽ? ഇന്ററാക്റ്റീവ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് പറയാം. എനിക്ക് നമുക്ക് ഇതിന്ന് എക്സിറ്റ് ചെയ്തിട്ട് എനിക്ക് നോക്കാനുള്ള ഒരു അവസരം ഇല്ല. അത് കാരണം അറിയാവുന്നവർ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റാബേസ്? Relational database model, network model, hierarchical, കേട്ടില്ല, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയൂ. hierarchical, ഓക്കെ, ഹൈറാർക്കിക്കൽ. network model, ഒരാൾ പറഞ്ഞായിരുന്നു. entity relationship model, entity relationship, ER model. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പിടിക്കും. എന്താണ് നമ്മൾ പറയുന്നത്, ഏതെങ്കിലും ഒരു കീബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പിടിക്കും. എന്താണോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ മാത്രം ആൻസർ പറയും. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മാത്രം പറയുക, ടൈപ്പ് എന്താണെന്നുള്ള കാര്യം മാത്രം പറയുക. നെറ്റ്വർക്ക് മോഡൽ, ER മോഡൽ, ഹൈറാർക്കിക്കൽ മോഡൽ, റിലേഷണൽ മോഡൽ, ഒബ്ജക്ട് മോഡൽ. അപ്പൊ നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന മോഡലാണ്. നിങ്ങൾ ER മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് കൂടെ അങ്ങ് പറഞ്ഞു ചെയ്യുക. അപ്പോ എന്താണ് അവിടെ അങ്ങ് സ്റ്റക്ക് ആവും. എന്നാൽ എന്താണ് എൻറ്റിറ്റി? നമ്മൾ ആ ഒരു ഡീവിയേഷനിലേക്ക് കൊണ്ടുപോവുക. അതായത് നമ്മൾ എങ്ങോട്ടാണോ പോകേണ്ടത് ആ അങ്ങോട്ടേക്ക് ശ്രദ്ധ. ഇപ്പൊ നെറ്റ്വർക്ക് മോഡൽ, ഹൈറാർക്കിക്കൽ മോഡൽ, ER മോഡൽ, റിലേഷൻ മോഡൽ, ഒബ്ജക്ട് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ER മോഡൽ ഓർ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഓക്കെ, അവിടെ ഒരു പൗസ് വന്നു, ഒരു സ്റ്റോപ്പ് വന്നു. അപ്പൊ ഉടനെ അത് ശ്രദ്ധിക്കും. ഓക്കെ, അതേപോലെ റിലേഷണൽ മോഡൽ എന്നിട്ട് പറയും കറന്റ്ലി വി ആർ യൂസിങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മോഡൽ ദാറ്റ് ഈസ് ബീയിങ് യൂസ്ഡ് ഫോർ ഇയേഴ്സ്, പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്നുള്ള രീതിയിലൊന്നും തള്ളി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷണൽ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മള് ഒന്നിന്റെയും ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, റിലേഷണൽ മോഡലിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. അങ്ങനെ ആയത് പിന്നെ അവസാനം പറയുന്ന സാധനം ഒരിക്കലും അറിഞ്ഞുകൂടാത്ത കാര്യം പറയുന്നത്. ഒബ്ജക്ട് മോഡൽ നമുക്ക് ചോദിക്കുകയാണ്. ഒബ്ജക്ട് മോഡൽ എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയില്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ പറയും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ടെക്നിക്കലിൽ വേണം ആൻസർ നമ്മൾ പറയാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Explain the term tuple, cardinality and degree of a relation. എന്താണ് tuple, cardinality, degree? tuple എന്താണ്? ഒരു റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു റോയിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, tuple എന്ന്. കാർഡിനാലിറ്റി എന്താണ്? number of rows in a relation.
ഒരു ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഉണ്ട് എന്ന് പറയുന്നതിനാണ് കാർഡിനാലിറ്റി. എന്താണ് അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത്? നമ്പർ ഓഫ് കോളംസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ റിലേഷൻ എന്ന് പറയുന്നതിനാണ് ഡിഗ്രി. ഓക്കെ, ഡിഗ്രി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ടപ്പിൾ എന്ന് പറയുന്നത് ആൻസർ പറഞ്ഞതിന് ശേഷം മൈക്ക് ഓഫ് ചെയ്യും. ഓക്കെ, ആൻസർ പറഞ്ഞതിന് ശേഷം മൈക്ക് ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇപ്പോ ഇരിക്കുന്ന സ്ഥലത്തിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അവിടുന്ന് മാറിയിരിക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബാക്കി അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുള്ള ബാക്കി എല്ലാവർക്കും ആ സൗണ്ട് കേൾക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു സൗണ്ട് വലിയതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ ചുറ്റിനുള്ളവർക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അടുത്ത കുട്ടികളോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ടി വി എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ അത് അവിടെ നിന്ന് മാറി ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ശരി. ശരി, അപ്പോ നമുക്ക് ടപ്പിൾ എന്താണ്, കാർഡിനാലിറ്റി എന്താണ്, ഡിഗ്രി എന്താണെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായി. ശരി, ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് നോർമലൈസേഷൻ ഇൻ DBMS? DBMSനകത്ത് നോർമലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? To avoid redundancy. To avoid redundancy in database. ശരി, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു സാറ് ചോദിക്കുകയാണ്, അവിടെ ഇരിക്കുന്ന പാനലിലുള്ള ഒരാൾ ചോദിക്കുകയാണ്, how a redundant data can affect the database? redundant data നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഉണ്ട്, കുഴപ്പമില്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് റിമൂവ് ചെയ്യേണ്ട കാര്യം? ടേബിളിൽ ഒരിടത്ത് ചേഞ്ച് ചെയ്യുകയും മറ്റിടത്ത് ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. നമുക്കൊരു പേര് പറയൂല, കുറയ്ക്കാൻ പറ്റും. കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ശരി, ഇതിനൊരു പേരുണ്ട്, ഒരു നല്ലൊരു പേര്. ശരി, ഓക്കെ. വേറെ ഒരു നല്ല സൂപ്പർ പേരുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. കൺസിസ്റ്റൻസി ഒക്കെ വിട്ടേക്ക്. വേറൊരെണ്ണം ഈ ഒരു നേരത്തെ പറഞ്ഞില്ലേ ഒരാള്, അതായത് റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അനോമലീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കണം. അനോമലീസ് ഓവർകം ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലൈസേഷൻ ചെയ്യുന്നത്. കാരണം ഇൻസേർഷൻ അനോമലി ഉണ്ടാവാം, ഡിലീഷൻ അനോമലി ഉണ്ടാവാം, അപ്ഡേറ്റ് അനോമലി ഉണ്ടാവാം. അതായത് റിഡൻഡന്റ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടോ അവിടെ എല്ലാം എനിക്ക് ചെന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ആ അനോമലി എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യമാണ്. മെയിൻ ഒബ്ജക്റ്റീവ് നിങ്ങളെല്ലാം പറഞ്ഞത് കറക്റ്റ് ആണ്. മിനിമൈസ് മോഡിഫിക്കേഷൻ, ഈ മിനിമൈസ് മോഡിഫിക്കേഷൻ എററിന്റെ അകത്താണ് നമ്മുടെ എന്തൊക്കെ വരുന്നത്, നമ്മുടെ എന്താണ് അനോമലീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. സിംപ്ലിഫൈ ദ ക്വറി പ്രോസസിങ്, അതെല്ലാം വരും. ഓക്കെ, നിങ്ങളെല്ലാം പറഞ്ഞ കറക്റ്റ് ആൻസർ തന്നെയാണ്. ജസ്റ്റ് ഞാനൊരു ആ കീവേഡ് ഞാൻ കൊണ്ടിട്ടതേ ഉള്ളൂ. ആ കീവേഡിന്റെ പേരെന്താണ്? അനോമലി. അനോമലി എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പൊ അനോമലി ഏതൊക്കെ ടൈപ്പ് അനോമലീസ് ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കാം. എന്തൊക്കെയാണ്? ഇൻസേർഷൻ അനോമലി ഉണ്ട്, ഡിലീഷൻ അനോമലി ഉണ്ട്, അപ്ഡേറ്റ് അനോമലി ഉണ്ട്. ഓക്കെ, ശരി. വാട്ട് ആർ ദി ഡിഫറെന്റ് നോർമൽ ഫോംസ്? 1NF, 2NF, 3NF. BCNF-ന്റെ ഫുൾ ഫോം എന്താണ്? ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ. ശരി, ഇത്ര മാത്രമേ ഉള്ളൂ. BCNF വരെ ഉള്ളൂ. 4NF, 5NF. 4NF-ഉം 5NF-ഉം കൂടെ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നോർമൽ ഫോം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ 1NF, 2NF, 3NF, BCNF, 4NF, 5NF. ശരി, ഇത്രയും മാത്രമേ പറയാവൂ. നിങ്ങൾ ആദ്യമേ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ആക്കിയിരിക്കുക. അപ്പൊ 1NF, 2NF, 3NF, BCNF, 4NF, 5NF എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ശരി, ഇതിന്റെ അകത്ത് സാധാരണ ഒരു നോർമൽ ടേബിളിന്റെ അകത്ത്
ഒരു ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏത് നോർമൽ ഫോം വരെയാണ് ചെയ്യേണ്ടത്? 3NF. 3NF വരുന്നത്. 3NF വരെ. ശരി, അത് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ചോദിക്കാം, പാർഷ്യൽ ഡിപെൻഡൻസി റിമൂവ് ചെയ്യുന്നത് ഏത് നോർമൽ ഫോമിലാണ്? സെക്കൻഡ് 2NF. 2NF ആണ്. 2NF-ലാണ്. അപ്പൊ 3NF-ല് പാർഷ്യൽ ഡിപെൻഡൻസി ഉണ്ടെന്നാണോ നമ്മൾ പറയുന്നത്? കാണത്തില്ല. അപ്പൊ 2NF മുതൽ ഉള്ള എല്ലാ നോർമൽ ഫോമിലും എന്ത് കാണത്തില്ല? പാർഷ്യൽ ഡിപെൻഡൻസി കാണത്തില്ല. അല്ലാതെ 2NF-ല് മാത്രമാണോ കാണാത്തത്? അല്ല, 2NF മുതൽ 3NF-ല് കാണില്ല, 4NF-ല് കാണില്ല, BCNF-ല് കാണില്ല, 5NF-ലും കാണില്ല. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ പാർഷ്യൽ ഡിപെൻഡൻസി ഏതൊക്കെ നോർമൽ ഫോമിൽ കാണില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ 2NF എന്ന് മാത്രം പറയരുത്. 2NF ഉണ്ട്, 3NF ഉണ്ട്, 4NF ഉണ്ട്, 5NF ഉണ്ട്, BCNF ഉണ്ട്. ശരി, ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി. ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഏതിനകത്താണ് റിമൂവ് ചെയ്യുന്നത്? 3NF-നകത്താണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് 3NF-ലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ശരി, ഇനി അടുത്തത് അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നോക്കി വെച്ചേക്കുക. അതായത് എന്തൊക്കെയാണ് നമ്മളെ ഏതൊക്കെ കാര്യങ്ങളാണ്? 1NF എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? അറ്റോമിക് ആയിരിക്കും, അറ്റോമിക് വാല്യൂ ആയിരിക്കും. 2NF-നകത്ത് പാർഷ്യൽ ഡിപെൻഡൻസി കാണത്തില്ല. 3NF-നകത്ത് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി കാണത്തില്ല. BCNF-നകത്ത് A gives B എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപെൻഡൻസി ഉണ്ടെങ്കിൽ A എല്ലാം സൂപ്പർ കീ ആയിരിക്കണം. 4NF-നകത്ത് മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി കാണത്തില്ല. 5NF-നകത്ത് ജോയിന്റ് ഡിപെൻഡൻസി കാണത്തില്ല. ഓക്കെ, ഡിപെൻഡൻസി കാണത്തില്ല. ഇത്രയും മാത്രം. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, വേറെ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തത് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പ്യൂരിയസ് സ്റ്റെപ്പ്? സ്പ്യൂരിയസ് സ്റ്റെപ്പിൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് ജോയിൻ ചെയ്യാതെ വരുമ്പോ രണ്ട് ടേബിൾസ് പ്രോപ്പർ ആയിട്ട് ജോയിൻ ചെയ്യാതെ വരുമ്പോഴാണോ? നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയം റോങ്ലി ജോയിൻ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അതായത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ വരുന്ന ടപ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അടുത്ത ഉടനെ ചോദിക്കും, എന്താണ് ഒരു എക്സാമ്പിൾ? ഒരു എക്സാമ്പിൾ റിയൽ വേൾഡിനകത്തുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പറയും. അപ്പൊ നമുക്ക് ആ റിയൽ വേൾഡ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കാം. ശരി, അപ്പൊ എന്റെ കയ്യില് എംപ്ലോയി ടേബിൾ ഉണ്ട്, എന്റെ കയ്യില് എന്താണ് ഡിപ്പാർട്ട്മെന്റ് ടേബിളും ഉണ്ട്. അപ്പൊ ഈ എന്റെ കയ്യില് എന്റെ എംപ്ലോയി ടേബിളിനകത്ത് അല്ലെങ്കിൽ എന്റെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിനകത്ത് അഞ്ച് ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്ന് പറഞ്ഞ് 5 ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. അപ്പോ ഞാൻ ഇവരുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു ഇലക്ട്രോണിക്സിലുള്ള ഒരാളെ ഞാൻ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് മാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇലക്ട്രോണിക്സുകാര് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് മാച്ച് ചെയ്യും, കമ്പ്യൂട്ടർ സയൻസുകാര് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് മാച്ച് ചെയ്യും, ഇലക്ട്രിക്കലുകാര് ഇലക്ട്രിക്കലുമായിട്ട് മാച്ച് ചെയ്യുക, സിവിലുകാര് സിവിലുമായിട്ട് മാച്ച് ചെയ്യുക. അല്ലാതെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പോലെ എല്ലാം ഒരു റോ ഉണ്ടെങ്കിൽ എംപ്ലോയിയുടെ ഒരു റോ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിൽ 5 റോയുമായിട്ടും മാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരാള് 5 പേരുമായിട്ട് മാപ്പ് ചെയ്യുന്നു. പക്ഷെ ആ ഒരാളെന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിലല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോ ബാക്കി കിട്ടുന്ന 4 എക്സ്ട്രാ റോ എന്ന് പറയുന്നതിന് നമ്മൾ എന്ന് വിളിക്കും? സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ റോ ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ 5 റോയുമായിട്ട് ഞാൻ മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന 4 റോ, 5ൽ 4 റോയും എന്തായിരിക്കും? സ്പ്യൂരിയസ് ടപ്പിൾസ് ആയിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യാവൂ? മാപ്പ് ചെയ്യാം. ഓക്കെ, ശരി. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സ്പ്യൂരിയസ് ടപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരി. ഇത് ക്ലിയർ ആണല്ലോ? ഞാൻ വരച്ച് കാണിച്ചു തരണോ? ക്ലിയർ ആണ് സർ. Did you heard about a term called denormalization? If yes, what is its use? നോ എന്ന് പറയരുത്. അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാം, അത് പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞൂടാന്ന് തന്നെ പറയാ, വെറുതെ തള്ളാൻ നിൽക്കരുത്. കാരണം അങ്ങനെ തെറ്റായിട്ടുള്ള നമുക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നാലും മണ്ടത്തരമായിരിക്കും. പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ കുത്തി ചോദിച്ചോണ്ടിരിക്കും.
മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആയിരിക്കും ഇന്റർവ്യൂ ടൈം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമ്മൾ ബ്ലഫ് ചെയ്യുമ്പോൾ അവര് കൂടുതൽ ആ ബ്ലഫിംഗ് നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അത്ര വിവരം ഇല്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരും. ഓക്കെ, ശരി. എന്താണ് ഡീനോർമലൈസേഷൻ? ഓൾറെഡി നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിളിൽ നിന്ന് ഡേറ്റ കോപ്പി ചെയ്തിട്ട് പിന്നെ ഫർദർ നോർമലൈസേഷൻ ആവശ്യം വരും. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ? ശരി, നമ്മള് കുറച്ചും കൂടെ ഒപ്റ്റിമം ആക്കി എടുക്കാന്നുള്ളതാണ്. കുറച്ചും കൂടെ ഒരു ഒപ്റ്റിമം സ്ട്രാറ്റജി ആക്കി എടുക്കുക നോർമലൈസേഷന് ശേഷം. ഓക്കെ, ശരി. ആ ഒപ്റ്റിമം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ആ ഒപ്റ്റിമത്തിലേക്ക് വന്ന ആൻസറിലേക്കാണ് കുഴപ്പം. ഒപ്റ്റിമം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, അടുത്ത ആള്. ഓക്കെ, പലരും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടേം കേൾക്കുന്നത്. അത് കാരണം ഞാൻ കൂടുതലായിട്ട് ഡിലേ ചെയ്യിക്കുന്നില്ല, നമ്മൾ സമയം കുറവല്ലേ. ശരി, അപ്പൊ ഈ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യില് ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ആ ടേബിളിനെ ഞാൻ എന്ത് ചെയ്യും? ഫർദർ ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ചിലപ്പോൾ ആ ടേബിളിനെ ഞാൻ എന്ത് ചെയ്യും? 2 or 3 റിലേഷൻ ആയിട്ട് ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് റിഡൻഡന്റ് ഡേറ്റ ഒന്നും കാണത്തില്ല. അനോമലി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഡൻഡന്റ് ഡേറ്റ നമുക്ക് കാണാത്തതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ, റിഡൻഡന്റ് ഡേറ്റ നമുക്ക് കാണാത്തതാണ് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നോർമലൈസേഷൻ നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് സാധാരണ ഈ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, സ്റ്റോർ ചെയ്ത് മാത്രമാണോ വയ്ക്കുന്നത്? നമ്മൾ എന്തിനാണ് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ മാത്രമാണ്. മാനിപ്പുലേറ്റിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് കോഡ് ഉണ്ടല്ലോ, ഡേറ്റ റിട്രീവൽ. ഡേറ്റ റിട്രീവൽ. ഓക്കെ, നമുക്ക് റിട്രീവ് ചെയ്തെടുക്കണം. ഡേറ്റ സ്റ്റോർ ചെയ്ത ഡേറ്റയെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്തെടുക്കണം. അപ്പൊ ഈ റിട്രീവ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ 3 ടേബിളും കൂടെ ചേരുമ്പോഴേ എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളൂ, അല്ലേ? എനിക്ക് വേണ്ടത് ഈ ടേബിളിലെ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ ടേബിളിനെ ഞാൻ എന്തായിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ഡേറ്റ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് R എന്ന് പറയുന്ന റിലേഷനിൽ നിന്നായിരുന്നു ഡേറ്റ വേണ്ടത്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? R1, R2, R3 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും R ൽ നിന്നും എനിക്കൊരു ഡേറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ നോക്കട്ടെ. ഒരു പേരുണ്ടല്ലോ, ഇവരെ 3 പേര് കമ്പൈൻ ചെയ്ത്. കമ്പൈൻ എന്നല്ല, ഡേറ്റാബേസിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ജോയിൻ. ജോയിൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യുക. ഓക്കെ, വെറുതെ അങ്ങ് ജോയിൻ ചെയ്താൽ മതിയോ? അതിനകത്ത് കുറെ കൺസ്ട്രെയിൻസ് നമ്മൾ പറയണം. ഓക്കെ, കൺസ്ട്രെയിൻസ് നമ്മൾ പറയണം. ഈവൻ ഇതിനകത്തുള്ള ഒരു സാധനം ഇതുമായിട്ട് മാച്ച് ചെയ്യണം, ഇതിനകത്തുള്ള ഒരു സാധനം ഇവനുമായിട്ട് മാച്ച് ചെയ്യണം, ഇതിനകത്തുള്ള ഒരു സാധനം ഇവനുമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്പ്യൂരിയസ് ടപ്പിൾസ് റിമൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ഓൺ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് കഴിഞ്ഞ മാസത്തെ മാത്രം ഡേറ്റ മതി. നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഹോൾ ഡേറ്റ ആയിരിക്കും. എനിക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ ഡേറ്റ മാത്രം കിട്ടിയാൽ മതി. അപ്പോ നമ്മുടെ ഒരു പെർഫോമൻസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ജോയിൻ ചെയ്യാൻ വേണ്ടി, ടേബിൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സമയം എടുക്കും. ഓക്കെ, അപ്പോ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാണ്. ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈനർ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന യൂസർ കാണുന്ന എന്തായിരിക്കും? അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ ഒരു PSC സൈറ്റിനകത്ത് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ക്യാപ്ചയും കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ലോഗിൻ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും? ഓക്കെ,
അപ്പൊ അതേപോലെയാണ് ഈ ഒരു ഡേറ്റ റിട്രീവലിന്റെ സമയത്ത് നമുക്ക് എപ്പോഴും മിനിമൽ ടൈം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ടൈമില് എന്ത് ചെയ്യണം, ഡേറ്റ റിട്രീവൽ നടക്കണം. അതാണ് നമ്മുടെ എയിം അതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ R1 R2 R3 എന്ന് പറഞ്ഞ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിനെ ആദ്യമേ അങ്ങ് ജോയിൻ ചെയ്ത് വയ്ക്കും, കമ്പൈൻ ചെയ്ത് വയ്ക്കും. അങ്ങനെ കമ്പൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? റിഡൻഡന്റ് ഡേറ്റ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റിഡൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇനി ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വേണ്ട ഡേറ്റ എനിക്ക് R എന്ന് പറഞ്ഞ ഒറ്റ ടേബിളിൽ നിന്ന് റിട്രീവ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയം കുറച്ചല്ലേ വേണ്ടൂ? സമയം കുറച്ചേ വേണ്ടൂ. ഇതാണ് ഏതിന്റെ യൂസ് എന്ന് പറയുന്നത്? ഈ ഡീനോർമലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിന്റെ യൂസ് എന്ന് പറയുന്നത്. ഡീനോർമലൈസേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്ന ഡേറ്റയെ, ടേബിൾസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ടേബിൾ ആയിട്ട് മാറ്റും. അതായത് നോർമലൈസേഷൻ ചെയ്ത സാധനത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പൈൻ ചെയ്ത് നമ്മൾ പണ്ടത്തെ അവസ്ഥയിലാക്കുക. പണ്ടത്തെ ഇനിഷ്യൽ നമ്മൾ എന്തായിരുന്നു, നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടേബിൾ എന്താണോ ആ ടേബിളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡീനോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരി. ടു ഇംപ്രൂവ് ദ റീപെർഫോമൻസ് ഓഫ് ദി ഡേറ്റാബേസ്, അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോ ആ റിഡൻഡന്റ് ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, ശരി. ഇനി ഇത് നമ്മുടെ ഡേറ്റാബേസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ ഡേറ്റാബേസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരാളെന്ന് ചോദിക്കും. ശരി, when we say sorting algorithm can be called as stable. എപ്പോഴാണ് ഒരു സോർട്ടിംഗ് അൽഗോരിതം സ്റ്റേബിൾ അൽഗോരിതം ആയിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സോർട്ടിംഗ് അൽഗോരിതം സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? സോർട്ട് ചെയ്ത് കഴിഞ്ഞും ആ കീ എലമെന്റ് സെയിം പൊസിഷനിൽ തന്നെ വരുവാണെങ്കിൽ. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ കീ എലമെന്റ് എങ്ങനെയാണ് സെയിം പൊസിഷനിൽ വരുന്നത്? അല്ല, ഇപ്പം ഒരു വാല്യൂ ഓൾറെഡി ഇന്ന പൊസിഷനിലാണ്, സോർട്ട് ചെയ്ത് കഴിയുമ്പോഴും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് സോർട്ടഡ് ആയിരിക്കും. ശരി, 5 4 ഓക്കെ 1 2 3. ഓക്കെ, അപ്പൊ ഇതിന്റെ കീ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 5ന്റെ കീ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ തന്നെയാണ് വരുന്നത്. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട് ആ സാധനം, പക്ഷെ ആ കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നില്ല. അതാണ് പ്രശ്നം. ആ സാധനം ഒരു പൊസിഷൻ ആണ്, കീ ആണ്, എല്ലാം ശരിയാണ്. ഓർഡറിൽ സോർട്ട് ചെയ്യുന്നതിന്റെയാണ് സാറേ. ഏതാ? ഓർഡർ വൈസ് നോക്കുമ്പോൾ കറക്റ്റ് ആവുന്ന അങ്ങനെ എന്തോ ആണ്. എല്ലാം ഓക്കെയാണ്, പക്ഷെ എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ് സംഭവം. ശരി, ഞാൻ തന്നെ പറയാം. നമ്മള് 7 5 6 അതെ, ഇത് ഓർഡർ സെയിം ആയിപ്പോയി. 7 1 3 4 2 5 2 എന്ന് എഴുതുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് സോർട്ട് ചെയ്യുമ്പോ എങ്ങനെ വരും? 1 2 2 3 4 5 7. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ എഴുതിയതിൽ തെറ്റ് വല്ലതും ഉണ്ടെന്ന് പറഞ്ഞ് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ശരി, ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഞാൻ ഈ 2വിനെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ 2 ഗ്രീൻ കളറിൽ എഴുതും. അടുത്തത് ഞാനൊരു ബ്ലൂ കളറിൽ എഴുതും. എങ്കിൽ ഈ 2 ഗ്രീൻ ആയിരിക്കോ ബ്ലൂ ആയിരിക്കും? ഈ ഒരു 2 ആ ഓർഡർ എങ്ങനെയായിരിക്കും? ഗ്രീൻ ബ്ലൂ തന്നെ ആയിരിക്കും. ഗ്രീൻ ബ്ലൂ തന്നെ ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കും? സ്റ്റേബിൾ അൽഗോരിതം എന്ന് വിളിക്കും. അതല്ല, ആ ഓർഡർ വ്യത്യാസമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തെന്ന് പറയാം? അൺസ്റ്റേബിൾ എന്ന് വിളിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും വന്നല്ലോ, ഓർഡർ വന്നു, ഈ പൊസിഷൻ വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. ഓക്കെ,
ഇതാണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സെയിം വെയിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സോർട്ടിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റേബിൾ സോർട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റേബിൾ സോർട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങളാണ് ഇന്റർവ്യൂ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അൽഗോരിതമാണ് മോസ്റ്റ് സ്റ്റേബിൾ. ആ അത്രേ ഉള്ളൂ. എന്താണ്, ഏതൊക്കെ അൽഗോരിതം ആണ് സ്റ്റേബിൾ അൽഗോരിതം, ഏതൊക്കെയാണ് അൺസ്റ്റേബിൾ അൽഗോരിതം? മെർജ് സോർട്ട് സ്റ്റേബിൾ ആണ്. മെർജ് സോർട്ട് സ്റ്റേബിൾ ആണ്. ശരി. ക്വിക്സോർട്ട് ശരി പോട്ടെ. ഇതാണ് അതിന്റെ ബബിള്, ഇൻസേർഷൻ, മെർജ് സോർട്ട് എല്ലാം സ്റ്റേബിൾ ആണ്. ക്യുക്കും ഹീപ്പ് സോർട്ടും എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അൺസ്റ്റേബിൾ ആണ്. ഓക്കെ ആണല്ലോ. ശരി, ഇത് ഒന്ന് നോക്കി വെച്ചേക്ക്. ഇതൊന്നും പെട്ടെന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോ പുതിയൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ശരി. വാട്ട് ഈസ് വ്യൂ? What is view? What is a view? View is a virtual representation of table. ശരി. എന്താണ് അതിന്റെ യൂസ്? അതായത് നമ്മൾ ആക്ച്വൽ ടേബിളിന്റെ അതേപോലത്തെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതേപോലെ ജസ്റ്റ് നമുക്ക് വ്യൂ ചെയ്യാനും ഒരു സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ ഡേറ്റാബേസിന്റെ. സബ്സെറ്റ് ആയിട്ട്. ശരിയാണ്, എല്ലാം ശരിയാണ്. നിങ്ങൾ പറയുന്നത് ഒന്നും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന എല്ലാം ഡെഫിനിഷൻ വൈസ് കറക്റ്റ് ആണ്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്ന ഡെഫിനിഷൻ അല്ല, അവർക്ക് വേണ്ടത് നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാമെന്ന്. ഓക്കെ, അതാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളെ കളിയാക്കി പറയുന്ന ഒന്നുമല്ല. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവർ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള, അവർക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ശരി, പറഞ്ഞു. എന്താണ് വ്യൂ? ഡെഫിനേഷൻ എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് വ്യൂ? അബ്സ്ട്രാക്ട് ഡേറ്റ ആ ലെവൽ അച്ചീവ് ചെയ്യാൻ. അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയൂ. ശരിയാണ്, അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയും. നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു വ്യൂവിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയും. നിങ്ങളിപ്പോ ഒരു കോളേജിന്റെ അറ്റൻഡൻസ് റിപ്പോർട്ട് ടൂൾ എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ കാണും, പിന്നെ സബ്ജക്ട് എന്ന് പറഞ്ഞൊരു ടേബിൾ കാണും, പിന്നെ സ്റ്റുഡന്റും അറ്റൻഡൻസും എന്ന് പറഞ്ഞൊരു ടേബിൾ കാണും, അല്ലെങ്കിൽ സ്റ്റുഡന്റും ആ കോഴ്സിന് എത്രമാത്രം അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളൊരു ടേബിളും കാണുമെന്ന് വിചാരിക്കും. അപ്പൊ ഈ ടേബിളിന്റെ അകത്തെല്ലാം എല്ലാ സ്റ്റുഡന്റിന്റെയും ഡീറ്റെയിൽ കാണത്തില്ലേ? പക്ഷെ ഞാൻ ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ എല്ലാവരുടെയും അറ്റൻഡൻസ് കാണണം, അതോ എന്റെ മാത്രം അറ്റൻഡൻസ് ഉണ്ടാവും? ആ യൂസറിന്റെ മാത്രം കണ്ടാൽ പോരെ? ഇപ്പൊ ഞാൻ PSC ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്റേതല്ലാതെ ബാക്കി എല്ലാവരുടെയും മാർക്ക് എനിക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഗുഡ് ഡിസൈൻ ആണോ? ഒരു അബ്സ്ട്രാക്ഷൻ അവിടെ വേണം. അതായത് എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം എനിക്ക് കാണാം, ബാക്കിയൊന്നും കാണരുത്. ഇപ്പോ ഞാനൊരു സബ്ജക്ട് പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ലോഗിന്റെ അകത്ത് ഞാൻ കയറുന്ന സമയത്ത് എന്ത് മാത്രമേ കാണാവൂ? ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമേ കാണാവൂ. ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന്റെ അറ്റൻഡൻസ് എൻട്രി ചെയ്യാൻ മാത്രമേ കാണാവൂ. അല്ലാതെ വേറെ ഒരു സ്റ്റാഫ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി എന്റെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റണം? വേണ്ട. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വ്യൂ എന്ന് പറഞ്ഞൊരു കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോ പ്രിൻസിപ്പൽ നോക്കുകയാണ്, പ്രിൻസിപ്പളുടെ വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോളേജിലുള്ള എല്ലാ സ്റ്റുഡന്റും സ്റ്റാഫിന്റെയും ഡീറ്റെയിൽ ആൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്റ്റാഫ് അഡ്വൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സില്
ആ കുട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 20 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ 20 പേരുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് S1 തൊട്ട് അവരുടെ S8 വരെ അല്ലെങ്കിൽ S7 വരെ അവർക്ക് കിട്ടിയ എല്ലാ മാർക്ക്, ഓരോ സബ്ജക്റ്റിനും അവർക്ക് കിട്ടിയ അറ്റൻഡൻസ്, ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെല്ലാം എന്താണ് നമുക്കുള്ളത്? അതിനെല്ലാം നമുക്ക് എന്തുണ്ട്? നമുക്ക് ഒരു വിഷ്വലൈസേഷൻ സംഭവമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജോയിൻ ചെയ്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്റെ പിള്ളേരുടെ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വൈസർ ആയിട്ടുള്ള എന്റെ 20 പേരുടെ ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വ്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ വ്യൂവിൽ നിന്ന് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? മീൻസ് റിട്രീവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എനിക്ക് ആ ഒരു 20 പേരുടെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് എപ്പോഴും വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ആ ഒരു ഫുൾ ടേബിൾ ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുമോ? അല്ലെങ്കിൽ സ്റ്റുഡന്റ് ടേബിൾ ഫുൾ ആയിട്ട് എനിക്ക് ആക്സസ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല. എനിക്ക് ആ 20 പേരുടെ ഡേറ്റ മാത്രം ആക്സസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിയുള്ള ആ ഒരു വ്യൂവിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? മാർക്കിലേക്ക് എന്ത് ചെയ്യാം? മാപ്പ് ചെയ്യാം. അപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റുഡന്റിന്റെ ഫുൾ ടേബിൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ 1000 മാത്രം ചെയ്താൽ മതി. എന്റെ 20 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ 20 സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ മാത്രം എനിക്ക് എടുത്താൽ മതി. ഇതാണ് വ്യൂവിന്റെ യൂസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റിംഗ് ഡേറ്റ ആക്സസ്. അതായത് നമ്മളൊരു സ്റ്റുഡന്റിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഡിറ്റിംഗ് ഓപ്പറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് അവന് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈഡിംഗ് ഡേറ്റ കോംപ്ലക്സിറ്റി, സിംപ്ലിഫൈ കമാൻഡ് ഫോർ ദി യൂസർ. അതായത് നമ്മൾ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ വ്യൂവിൽ വഴി നമ്മൾ എന്ത് ചെയ്താൽ മതി? റിട്രീവ് ചെയ്താൽ മതി. നമുക്ക് കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയേണ്ട. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്കായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്വറീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, ഇത്രയും മാത്രമാണ് അതിന്റെ ഒരു ഓവറോൾ നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ശരി. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. വാട്ട് ഈസ് എ ട്രിഗർ? ട്രിഗർ എന്താണ്? കേട്ടിട്ടില്ല ട്രിഗറിനെ പറ്റി? ഡേറ്റ മോഡിഫിക്കേഷന്റെ സമയത്ത് ഓക്കെ, ഡേറ്റ മോഡിഫിക്കേഷൻ ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ ഈവന്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താ പെർഫോം ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്ന ആ സാധനത്തിന്റെ പേര് പറ. പ്രൊസീജിയർ, സ്റ്റോർഡ് പ്രൊസീജിയർ. Stored procedure and PLSQL code. PLSQL code that will be executed when a certain event occurred in the database. ഒരു ഡേറ്റാബേസിനകത്ത് ഒരു സർട്ടൺ ഇവന്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് ഒരു PLSQL കോഡ് എക്സിക്യൂട്ട് ആവും. ആ എക്സിക്യൂട്ട് ആവുന്ന കോഡിനെയാണ് നമ്മൾ വിളിക്കുന്നത് ട്രിഗർ എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ട്രിഗർ വിളിക്കേണ്ടത്, ചിലപ്പോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും, ചിലപ്പോ എന്താണ് അല്ലാത്ത സമയങ്ങളിൽ, അതായത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും എല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രിഗർ വിളിക്കാൻ വേണ്ടി പറ്റും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ട്രിഗർ എന്ന് പറയുന്നത്. അപ്പൊ ട്രിഗർ എന്ന് പറയുന്നത് നമ്മൾ ഓക്കെയാണ്. ഓക്കെ, ശരി. അപ്പോ ട്രിഗർ യൂസർ എഴുതുന്നതാണോ അതോ ഡേറ്റാബേസിനകത്ത് ഓൾറെഡി ഉണ്ടായിരിക്കും? സ്റ്റോർഡ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, എഴുതി. ഇനി ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് ഈ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഡേറ്റ ഇന്റഗ്രിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അതായത് ആരെങ്കിലും ഒരാള് അയാൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഓക്കെ, ഒരാളുടെ ഏജ് എന്ന് പറയുന്നത് 0ക്ക് ഗ്രേറ്റർ ആയിരിക്കണം, പക്ഷെ ഞാൻ എൻ്റർ ചെയ്യുന്നത് ചെറുതായിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രിഗർ അടിക്കാം. ഓക്കെ, ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് വൺ, is there any provision of exception handling in database? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും? എനിക്കറിഞ്ഞൂടാ. പറ്റുമോ ഇല്ലേ? ഏതാ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, എങ്ങനെയെന്ന് അറിയില്ല. എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് നമുക്ക് എന്താണ് PLSQL കോഡിന്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്.
അതിനകത്ത് റേസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. റേസ് കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എക്സെപ്ഷൻ കോൾ ചെയ്യുന്നത്. പിന്നെ എക്സെപ്റ്റ്, വെൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു കോഡിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ആ റേസ് കമാൻഡും വെൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു കീവേഡും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ശരി. അടുത്തത് ഡിഫൈനിങ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഇൻ SQL. ഒരു SQL തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് സെലക്ട് ക്വറി ഉണ്ട്, സെലക്ട് ക്ലോസ് ഉണ്ട്, ഫ്രം ക്ലോസ് ഉണ്ട്, വെയർ ക്ലോസ് ഉണ്ട്, ഹാവിംഗ് ക്ലോസ് ഉണ്ട്, ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉണ്ട്, ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്? സെലക്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സെലക്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ. ഒരാൾ ആൻസർ പറഞ്ഞു. ഇനി ആ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അവസരം. ഓക്കെ, അടുത്ത ആളാണ് പറയുന്നത്. ഫ്രം ടേബിൾ നെയിം അല്ലേ ഫസ്റ്റ് എടുക്കുന്നേ? ആ, ടേബിൾ നെയിം ഫസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് റോസ് സെലക്ട്, കോളംസ് സെലക്ട് ചെയ്യും. ശരി, അപ്പൊ അടുത്ത ആൾ പറഞ്ഞു കണ്ടീഷൻ കൊടുക്കും, വേർ കണ്ടീഷൻ കൊടുക്കും. ആ, ഫ്രം കഴിഞ്ഞു, വേർ കണ്ടീഷൻ കഴിഞ്ഞു, ഗ്രൂപ്പ് ബൈ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ബൈ ഹാവിംഗ്, പിന്നെ ഓർഡർ ബൈ. ആ, ഇപ്പൊ തെറ്റി. അടുത്ത ആള് ഫസ്റ്റ് ക്രിയേറ്റ്. ഫസ്റ്റ് ഏതായിരുന്നു? കേട്ടില്ല. ഒരു ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അയ്യോ, അതുവരെ ഒന്ന് പോട്ടെ. നമ്മൾ SQL നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അയ്യോ, ടേബിൾ എന്റെ കയ്യിൽ ഒരു ക്വറി ഉണ്ട്. ഓക്കെ, ആ ക്വറിയില് സെലക്ട് ക്ലോസ് ഉണ്ട്, ഫ്രം ക്ലോസ് ഉണ്ട്, വേർ ക്ലോസ് ഉണ്ട്, ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉണ്ട്, ഹാവിംഗ് ക്ലോസ് ഉണ്ട്, ഓർഡർ ബൈ ക്ലോസ് ഉണ്ട്, ലിമിറ്റ് ക്ലോസ് ഉണ്ട്. ഇതിനകത്ത് ആദ്യം ആര് എക്സിക്യൂട്ട് ചെയ്യും? അതാണ് ചോദിച്ചത്. ആദ്യം സെലക്ട് ചെയ്യണം. ഏതാ? ഫ്രം, വേർ, ഗ്രൂപ്പ് ബൈ, ഹാവിംഗ്, സെലക്ട്, ഓർഡർ ബൈ. സെലക്ട്, ഓർഡർ ബൈ. കറക്റ്റ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ സംഭവം നോക്കി. ആദ്യം ടേബിൾ എടുക്കുക. ടേബിൾ ഏതൊക്കെയാണ് ടേബിൾ എന്ന് പറഞ്ഞ കാര്യം നോക്കുക. അതിനുശേഷം വേർ ക്ലോസ് എടുക്കുക. അതിനുശേഷം വേർ ക്ലോസ് എടുക്കുക. അതിനുശേഷം ഗ്രൂപ്പ് ബൈ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഹാവിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്യുക. ഓർഡർ ബൈ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടാണ് ഓർഡർ ബൈ ചെയ്യുന്നത്. ഇതിന് ഓർഡർ ബൈ കഴിഞ്ഞതിന് ശേഷമാണ് ലിമിറ്റ് വരുന്നത്. ലിമിറ്റ് ക്ലോസ് കേട്ടിട്ടുണ്ടോ? വേറെ ആരോ ഒരാള് ശരിയായിട്ടാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ അപ്പോ ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഓക്കെ, ആദ്യമേ ഒരാൾ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഈ ലിമിറ്റ് ക്ലോസ് എന്ന് പറയുന്ന കാര്യം കേട്ടിട്ടുണ്ടോ? ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്പർ ഓഫ് റെക്കോർഡ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് റെക്കോർഡ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ MySQL-ലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഒറാക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയാമോ? റോ ID എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റോ ID എത്രയാണ് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും വരും. ഓക്കെ, ശരി. അപ്പൊ അത് കോട്ടെ, ലിമിറ്റ് ക്ലോസ് നമുക്ക് അവിടെ കിട്ടി. അപ്പൊ ലിമിറ്റ് ക്ലോസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോ സെക്കൻഡ് ഹയസ്റ്റ് സാലറി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാണ്. സെക്കൻഡ് ഹയസ്റ്റ് സാലറി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മറ്റെന്താണ് കോറിലേറ്റഡ് ക്വറി ഒക്കെ വേണം. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം മാക്സ് സാലറി എന്താണെന്നുള്ള കാര്യം അറിയാം അല്ലെ? മാക്സ് സാലറി എന്താണെന്നുള്ള കാര്യം അറിയാം. അതിനെക്കാട്ടി ലെസ് ദാൻ ആയിട്ടുള്ള സാലറി സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനെക്കാട്ടി ലെസ് ദാൻ ആയിട്ടുള്ള സാലറി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സബ് ക്വറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സബ് ക്വറി ആയിട്ട് സെലക്ട് മാക്സ് സാലറി ഫ്രം എംപ്ലോയി എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഞാൻ ID മാത്രമേ പറയുന്നു. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ഈ ഒരു സംഭവത്തിനകത്ത് കിട്ടുന്നത് എന്തായിരിക്കും?
ഈ ക്വറി എന്തായിരിക്കും കിട്ടുന്നത്? മാക്സ് സാലറിയെക്കാളും കുറവുള്ള എല്ലാ സാലറീസും ഡിസ്പ്ലേഡ് ആവും. എല്ലാ സാലറീസും കിട്ടും. മാക്സ് സാലറിനേക്കാളും കുറവുള്ള salary. ശരിയാണ്, മാക്സിമം സാലറി കാട്ടി കുറവുള്ള സാലറി. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഓർഡർ ബൈ സാലറി ഡിസെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? സാലറി സാലറി ഹയസ്റ്റ് സാലറി ആദ്യം എന്നുള്ളത്. ഹയസ്റ്റ് സാലറി അല്ല, സെക്കൻഡ് ഹയസ്റ്റ് സാലറി ആദ്യം, തേർഡ് ഹയസ്റ്റ് സാലറി അടുത്തത്, അങ്ങനെ താഴോട്ട് വരണം അല്ലെ? ലിമിറ്റ് 2 ലിമിറ്റ് 1 അല്ലേ? ലിമിറ്റ് 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സെക്കൻഡ് സാലറി ഉള്ള ആളുടെ ഡീറ്റെയിൽ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ശരി. ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല. ശരി, ഇത്രയേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റിന്റെ ഒരു യൂസ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി സെക്കൻഡ് ഹയസ്റ്റ് സാലറി എന്ന് കണ്ടുപിടിക്കാൻ ലിമിറ്റ് യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് അങ്ങ് ആൻസറിലേക്ക് ചോദിക്കാൻ വഴിയില്ല. ഓക്കെ, ചിലപ്പോ ചോദിക്കാം. ഓക്കെ, എന്നാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനാണ്. ഓക്കെ, ശരി ശരി. യൂസ് ഓഫ് ഡീകോഡ് ഇൻ SQL. ഡീകോഡിന്റെ യൂസ് എന്താണ്? ഡീകോഡ് എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ ഫംഗ്ഷനെ പറ്റി കേട്ടിട്ടുണ്ടോ ഒറാക്കിളില്? ഇഫ് ദെൻ യൂസ് ചെയ്യാൻ, ഏതാ ഏതാ? ഇഫ് ദെൻ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതേപോലത്തെ സംഭവം തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ എന്റെ ടേബിളിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ID മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ID മാത്രമേ എന്റെ ടേബിളിനകത്ത് ഉള്ളൂ. 101 എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. 102 ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. 103 ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു വാല്യൂവിന് പകരം വേറൊരു വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഡീകോഡ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് എന്താണ് വെയർഹൗസ് ID എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വെയർഹൗസ് IDയുടെ വാല്യൂ 1 ആണ് എന്നുണ്ടെങ്കിൽ സൗത്ത് ലേക്ക് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുക. 2 ആണ് എന്നുണ്ടെങ്കിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുക. 3 ആണ് എന്നുണ്ടെങ്കിൽ ന്യൂ ജേഴ്സി. 4 ആണ് എന്നുണ്ടെങ്കിൽ സിയാറ്റിൽ. ഇത് വേറെ ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് ഡിസ്പ്ലേ ചെയ്യാം? നോൺ ഡൊമസ്റ്റിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഡീകോഡിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ മാറ്റിയിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞായിരിക്കും അത് റോ നെയിം വരുന്നത്, സോറി കോളം നെയിം വരുന്നത്. പ്രോഡക്റ്റ് ID ലൊക്കേഷൻ എന്നായിരിക്കും വരുന്നത്. പ്രോഡക്റ്റ് ID ലൊക്കേഷൻ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ID 101 ആണ്. ഇനി 3 ആണ് വരുന്നതെങ്കിൽ വെയർഹൗസ് ID 3 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക? ന്യൂ ജേഴ്സി എന്ന് പറഞ്ഞായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡീകോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ശരി, അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നെക്സ്റ്റ് വൺ, ഇൻഡെക്സിംഗ് ഇൻ ഡേറ്റാബേസ്. വാട്ട് ഈസ് ഇൻഡെക്സിംഗ് ഇൻ ഡേറ്റാബേസ്? ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസി റിട്രീവലിന്. ഈസി റിട്രീവലിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് അത് ഈസി റിട്രീവൽ ആവുന്നത്? നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇൻഡെക്സ് കൊടുക്കുമല്ലോ. ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാല് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു കാര്യം എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഒരു വേഗമായിട്ടൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ എംപ്ലോയി ടേബിളിന് 1,00,000 റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്പിൾ ബ്ലോക്സിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ബ്ലോക്സിനകത്തായിരിക്കും നമ്മൾ വച്ചേക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ബ്ലോക്സിനകത്തായിരിക്കും വച്ചേക്കുന്നത്. അപ്പോ അത് എന്താണ് മൾട്ടിപ്പിൾ ബ്ലോക്സിനകത്താണ് വച്ചേക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോ ഇതിനെ ഏതെങ്കിലും ഒരു എംപ്ലോയി ഐഡിയോ എന്തെങ്കിലും വെച്ച് നമ്മൾ സോർട്ട് ചെയ്യും. സോ എംപ്ലോയി ID 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതെന്ന് പറയുന്ന
51, 52, 53, 54, 55 ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എനിക്ക് 53 ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. 53 എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽഡ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അതായത് ക്വറി ഇതാണ്: സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ എംപ്ലോയി അണ്ടർസ്കോർ ID ഈക്വൽ ടു 53 എന്നാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ലീനിയർ ആയിട്ട് സെർച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? ലീനിയർ സെർച്ച് ആണെങ്കിൽ എത്ര ടൈം എടുക്കും? പറയൂ, എത്ര ടൈം എടുക്കും? ലീനിയർ ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? നമുക്ക് സാധാരണ ലീനിയർ സെർച്ചിന്റെ കോംപ്ലക്സ് ബിഗ് O. അപ്പോ 53 ആണ് എന്നുണ്ടെങ്കിൽ 53 യൂണിറ്റ് ഓഫ് ടൈം എടുക്കും അല്ലെ? ഇനി സോർട്ടഡ് അല്ലേ? സോർട്ടഡ് ആണെങ്കിൽ നമുക്ക് ഏത് സെർച്ച് ഉപയോഗിക്കാം? ലീനിയറിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഏതാ? ബൈനറി. ഓക്കെ, ബൈനറി. അതിന് എത്ര ടൈം എടുക്കും? ലോഗൻ ടൈം എടുക്കും. ശരി, ഇപ്പൊ ലോഗൻ 53 എനിക്ക് പെട്ടെന്ന് 5 ടൈം ആണെന്ന് 6 യൂണിറ്റ് ഓഫ് ടൈം എടുക്കും. ഓക്കെ, ലോഗൻ ടു ദ ബേസ് 2 ആണ്. ഓക്കെ, 6 യൂണിറ്റ് ടൈം എടുക്കുന്നു. ശരി, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡെക്സ് ടേബിൾ ഞാൻ എടുക്കാം. അപ്പൊ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? 5 ബ്ലോക്കിനെ ആക്സസ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 5 ബ്ലോക്ക് ആക്സസ് ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ലീനിയർ സെർച്ചിന്റെ കേസിൽ നമുക്ക് എന്താണ്? ലീനിയർ സെർച്ചിന്റെ കേസിൽ ഓരോന്നായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കാരണം എൻട്രീസ് സെർച്ച് ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. ഇനി അടുത്ത നോക്കുക, ഇൻഡെക്സിങ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള ആദ്യത്തെ ടൈം, ആദ്യത്തെ എൻട്രി ദാറ്റ് ഈസ് 1, അത് ഏത് ബ്ലോക്കിനകത്താണ്? 0th ബ്ലോക്കിനകത്താണ്. 6 ഏത് ബ്ലോക്കിനകത്താണ്? ഫസ്റ്റ് ബ്ലോക്ക്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 51 ഏത് ബ്ലോക്കിനാണ് കിടക്കുന്നത്? 51 എന്ന് പറയുന്നത് ഒരു 10th ബ്ലോക്കിലാണ്, അല്ലെങ്കിൽ 10th ബ്ലോക്കിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, 10th ബ്ലോക്കിലാണ്. അപ്പൊ ഞാൻ ഇത് ഒരു ബ്ലോക്കിനകത്താണ് കിടക്കുന്നത്. ഇത് ഒരു ബ്ലോക്ക്. ഓക്കെ, ഇതൊരു ബ്ലോക്ക്. ഈ ബ്ലോക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 51 എന്ന് പറഞ്ഞൊരു എൻട്രി. ആ 51 നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോവാം? എനിക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് പോവാം. അപ്പൊ 2 ബ്ലോക്ക് ആക്സസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ഡേറ്റ ഏതാണെന്നുള്ള കാര്യം കിട്ടി. ഇനി ലീനിയർ സെർച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് വേണം? 11 ബ്ലോക്ക് ആക്സസ് ചെയ്യണം. 11 ബ്ലോക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എനിക്ക് 53 എന്ന് പറയുന്ന ആളിനെ കണ്ടുപിടിക്കാൻ പറ്റും. ബൈനറി സെർച്ച് നോക്കിയപ്പോ എനിക്ക് എത്ര കിട്ടി? 3 എണ്ണം വേണമെന്നുള്ള കാര്യം കിട്ടി. 6 ബ്ലോക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? എനിക്ക് ആ ഒരു എൻട്രിയിലേക്ക്, അല്ലെങ്കിൽ 6 ഏതാണ് ബ്ലോക്ക് നമ്പർ എത്രയാണെന്നുള്ള കാര്യം നോക്കുക. അപ്പൊ 10 ആണ് എന്നുണ്ടെങ്കിൽ 10 ഉള്ളത് ഏതാണ്? 51 എന്നുള്ളത് 51 ഡിവൈഡഡ് ബൈ 5, 10. അപ്പൊ ആ ഒരു അത്രയും ടൈം എടുക്കും. എത്ര ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്ക് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടോട്ടൽ എത്ര ബ്ലോക്ക് ഉണ്ട്? അപ്പൊ 1 ലക്ഷം അല്ലേ ഉള്ളത്? 1 ലക്ഷം ഡിവൈഡഡ് ബൈ 5, അതിന്റെ ലോഡ്. ഇതാണ് ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ലീനിയർ സെർച്ച് ചെയ്തപ്പോ 53 ആയതുകൊണ്ട് അത് എന്ന് പറയുന്നത് 10th ബ്ലോക്ക് എത്തിയപ്പോ കിട്ടി. ഇനി 75,000 ആയിരുന്നെങ്കിൽ ആ 75,000 ഉള്ള ആ ഒരു ബ്ലോക്ക് വരെ നമുക്ക് പോകേണ്ടി വരും. അപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ടോ അതുവരെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ലീനിയർ സെർച്ചിന്റെ കുഴപ്പം. ഇതിന്റെ ടൈമും എന്താണ്? ഇച്ചിരി കൂടുതലാണ്. ഈ ബൈനറി സെർച്ച് ആയിരുന്നാലും കൂടുതലാണ്. പക്ഷെ ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആകെ 2 ബ്ലോക്ക് മാത്രമേ ആക്സസ് ചെയ്യേണ്ടി വന്നു. ഒന്ന് ഇൻഡെക്സിങ് ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കും, അതേപോലെ റിസൾട്ട് കിടക്കുന്ന ബ്ലോക്കും. അപ്പോ നമുക്ക് ടോട്ടൽ എത്ര വരും? അതായത് നമ്പർ ഓഫ് ഇൻഡെക്സിങ് ടേബിൾ, ഇൻഡെക്സിങ് ബ്ലോക്ക് പ്ലസ് 1 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇൻഡെക്സിങ് ചെയ്യുമ്പോൾ അത്രയും ബ്ലോക്ക് നമുക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രൈമറി കീ ഇൻഡെക്സിംഗ് ഉണ്ട്, ക്ലസ്റ്റേർഡ് ഇൻഡെക്സിംഗ് ഉണ്ട്, സെക്കൻഡറി ഇൻഡെക്സിംഗ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇൻഡെക്സിംഗ് നമുക്കുണ്ട്.
ജസ്റ്റ് എന്തിനാണ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ റിട്രീവലിന് വേണ്ടി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിൽക്കണം. ഓക്കെ, അറിയാമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺ ടൈപ്പ് ആൻസർ, വൺ വേർഡ് രീതിയിൽ നമ്മൾ ചെയ്യുക. എന്തിനാണ് ഇൻഡെക്സിങ് എന്ന് പറയുമ്പോൾ റിട്രീവൽ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ. ശരി, നെക്സ്റ്റ് എന്താണ് NoSQL ഡേറ്റാബേസസ് എന്ന് പറയുന്നത്? NoSQL ഡേറ്റാബേസിന് ഒരു എക്സാമ്പിൾ MongoDB. MongoDB കറക്റ്റ് ആൻസർ ആണ്. MongoDB എന്ന് പറയുന്നത് എന്താണ് ഈ NoSQLന്റെ പ്രത്യേകത? എന്താണ് NoSQL റിലേഷണൽ ഡേറ്റ മോഡലും തമ്മിലുള്ള, റിലേഷണൽ ടേബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിലേഷണൽ ടേബിളില് റിലേഷൻ ഉണ്ടാവും. റിലേഷൻ ടേബിളിൽ റിലേഷൻ ഉണ്ടാവും. റിലേഷൻ ഉണ്ട്, ടേബിൾ എന്തായാലും ഉണ്ട്. അതിനകത്തുള്ളൊരു ഇതെന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, സ്ട്രക്ചേർഡ് ഡേറ്റാബേസ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് ഡാറ്റ ആയിരിക്കും. MongoDB എന്ന് പറയുന്നത് ഒരു ക്വാസി അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് ഡേറ്റാബേസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു എംപ്ലോയി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ റിലേഷണൽ സ്കീമയില് 10 ഉണ്ട് എന്നുണ്ടെങ്കിൽ 10 ആട്രിബ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ റോയ്ക്കും 10 ആട്രിബ്യൂട്ട് ഉണ്ടാവും ഇല്ലേ? അയാൾക്കൊരു എംപ്ലോയി ഐ ഡി ഉണ്ടായിരിക്കും, എംപ്ലോയി നെയിം ഉണ്ടായിരിക്കും, സാലറി ഉണ്ടായിരിക്കും, ഏജ് ഉണ്ടായിരിക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ് ഒരു 10 ആട്രിബ്യൂട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി റോയ്ക്ക് നമുക്ക് എന്ത് വേണം? 10 ആട്രിബ്യൂട്ട് വേണം, നമുക്ക് വേണം അല്ലെ? എല്ലാത്തിനകത്ത് നൾ വാല്യൂ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രൈമറി കീയിൽ മാത്രം നൾ വാല്യൂ കൊടുക്കാതിരുന്നാൽ മതി. ബാക്കി എല്ലാത്തിനകത്തും നൾ വാല്യൂ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനകത്തും ആ 10 ആട്രിബ്യൂട്ട് കാണും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ചില കേസസിനകത്ത് 1-2 ആൾക്കാർക്ക് മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. ഓക്കെ, വാല്യൂ കാണത്തുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ റോസിന് വേണ്ടി നമ്മൾ സ്പേസ് അലോക്കേറ്റ് ചെയ്യണം ഇല്ലേ? ഇപ്പോ ചില വാല്യൂസ്, ചില ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1,00,000 ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ 1,00,000-നകത്ത് 5 പേർക്ക് മാത്രമേ ആ കോളം ഫില്ല് ചെയ്യാൻ കാണുള്ളൂ. ഓക്കെ, ഇല്ലാത്തവർ നമ്മളിപ്പോ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിമാർക്സ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതുകയാണ്. നമ്മളെങ്കിലും എങ്ങനെയെങ്കിലും ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നിൽക്കും. അപ്പോഴേക്കും അവര് റിമാർക്സ് ചോദിക്കുകയാണ്. അപ്പൊ റിമാർക്സ് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ബ്ലാങ്ക് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോ പിന്നെ നമ്മൾ ചില ആൾക്കാർ കുറച്ച് റിമാർക്സ് ഒക്കെ എഴുതി കളയാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? റിമാർക്സ് എഴുതും. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? എല്ലാം ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഈ റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിനകത്ത് കൂടുതൽ എസ്സേ ടൈപ്പിൽ എഴുതാൻ വേണ്ടി പറ്റും. ടെക്സ്റ്റ് ഏരിയയൊക്കെ ആയിരിക്കും കാണും. ഓക്കെ, HTML-നകത്ത് ടെക്സ്റ്റ് ഏരിയയൊക്കെ ആയിരിക്കും നമ്മൾ റിമാർക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു റോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു 120 വേർഡ്സോ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 120 വേർഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു എന്താണ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു 350 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 600 ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അതിനകത്ത് 100 പേരുണ്ട് എന്നുണ്ടെങ്കിൽ 100 പേർക്കും എന്ത് അലോക്കേറ്റ് ചെയ്യും? ഈ 600 ക്യാരക്ടേഴ്സ് സ്പേസ് അലോക്കേറ്റ് ചെയ്യും. പക്ഷെ ആകെ 2 പേരായിരിക്കും ഫില്ല് ചെയ്യുന്നത് ഇല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഈ റിലേഷണൽ ഡേറ്റാബേസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്പേസ് കൺസപ്ഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂ എഴുതുന്നവർക്ക് മാത്രം റിവ്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. ഏതിനകത്ത്? MongoDB-ക്കകത്തൊക്കെ. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു കീ വാല്യൂ പെയർ ആയിട്ട് JSON എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു ഫോർമാറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഡേറ്റാബേസ് കാണാൻ പറ്റുന്നത്. അത് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാനിപ്പോ JSON എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് JSON എന്ന് പറയുന്നത് ഇത് ലിസ്റ്റ് ആയിരിക്കും. ലിസ്റ്റിനകത്ത് എന്താണ്? നെയിം കോളൻ സംഗീത്. ഓക്കെ, ഇത് കോമായിട്ട് അടുത്ത ആട്രിബ്യൂട്ട് അതിന്റെ വാല്യൂ, അടുത്ത ആട്രിബ്യൂട്ട് അതിന്റെ വാല്യൂ, അങ്ങനെ ആയിരിക്കും നമുക്ക് പോകുന്നത്. ഇനി കേർലി ബ്രേസസ് കഴിഞ്ഞ് കോമ, അടുത്ത എൻട്രി ഇങ്ങനെയായിരിക്കും ആ ഒരു സംഭവം പോകുന്നത്. ഓക്കെ, ശരി. ഇതാണ് ആ ഒരു JSON ഫോർമാറ്റ് എന്ന് വിളിക്കുന്നത്. JSON ഫോർമാറ്റ്. ഓക്കെ, ശരി. ഇതിനകത്ത് ഇത്രയാണ് MongoDB എന്ന് പറഞ്ഞൊരു പേര് ഓർത്ത് വെച്ചേക്കുക. NoSQL ഫുൾ ഫോം ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ChatGPT യൂസ് ചെയ്യാറുണ്ടാന്ന് ചോദിച്ചു. ഒരു കൊച്ചിന്റെ അടുത്ത് ചോദിച്ചത്, എന്റെ ഒരു കൊളീഗിന്റെ അടുത്ത് ചോദിച്ചതാ, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചതാ. ChatGPT എന്താണ് യൂസ് ചെയ്യാറുണ്ടാന്ന് ചോദിച്ചു.
ChatGPT യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ശരി, എന്നാ പറ ChatGPTയുടെ ഫുൾ ഫോം എന്താണ്? ശരി, ഓക്കെ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ പ്രോഗ്രാമറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ChatGPTയുടെ ഫുൾ ഫോം എന്താണ്? ഫുൾ ഫോം ഓഫ് ChatGPT ആർക്കെങ്കിലും അറിയാമോ? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് ChatGPTയുടെ ഫുൾ ഫോം. ഓക്കെ, ചാറ്റ് GPT എന്ന് പറയുന്നതിന് ഫുൾ ഫോം ആണ്. GPT എന്ന് പറയുന്നത് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ള രീതിയാണ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കാരണമാണ് അതിന് ആ പേര് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം. ഓക്കെ, അത് നിങ്ങൾ എന്താണ് ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് NLP നാഷണൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡീപ് ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ ചെയ്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കും. അപ്പൊ ഇക്കാലത്ത് ഇനി ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള, കാരണം അതെല്ലാം ഡെഡ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സിലബസിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അപ്പം MongoDB ഒക്കെ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന MongoDB ആണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. ഓക്കെ, ഇപ്പോഴും CPP ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ CBSEയിലൊക്കെ പൈത്തണിലേക്ക് മാറി, എല്ലാവരും പൈത്തൺ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറി. പക്ഷെ നമ്മൾ ഇപ്പോഴും ഏതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. CPP പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എത്ര പേർക്ക് CPP ടഫ് ആയിട്ടുണ്ട്? പക്ഷെ പൈത്തൺ വളരെ സിമ്പിൾ ആണ്, അത് പഠിച്ചാലും മതി. പ്രോഗ്രാമിംഗ് ചെയ്യാൻ CPP തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ അവര് മാറുന്നു. ഓക്കെ, അത് നമ്മൾ ടോപ്പിക് അതല്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ശരി, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് കൂടുതൽ ടൈം എടുത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെയും കണ്ടു കാണത്തില്ല, ഒരു യൂട്യൂബ് ചാനലിലും കണ്ടു കാണത്തില്ല. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഒരു ഇന്റർവ്യൂ ഡിസ്കഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ കണ്ടു കാണുക. അത് നമ്മളെ ഏണസ്റ്റ് അക്കാഡമിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് അഷ്വർ ചെയ്ത് പറയാം. കാരണം പല ആൾക്കാരും എന്താണ് OMR എക്സാമിന് വേണ്ടി അവരുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അവര് നിങ്ങളത് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയും. നമ്മൾ ഒന്ന് ജസ്റ്റ് ഞാൻ ഡേറ്റാബേസ് മാനേജ്മെന്റിന്റെ മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുക. സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ സബ്ജക്റ്റിൽ നിന്നും ഉള്ള പോയിന്റ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ രീതി മറ്റ് സബ്ജക്റ്റും ഇതേപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂടുതൽ ടൈം ഞാൻ കളയുന്നില്ല. ഓക്കെ, മാച്ച് ദ ഫോർ 2NF 3NF 4NF 5NF. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് കോമ്പിനേഷൻ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ നോക്കട്ടെ. 2NF എന്ന് പറയുന്നത് പാർഷ്യൽ ഡിപെൻഡൻസി ഇല്ല. 3NF എന്ന് പറയുന്നത് എ, ട്രാൻസിറ്റ് ഡിപെൻഡൻസി എലിമിനേറ്റ് ചെയ്യും, ശരിയാണ്. 4 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് എന്തായിരുന്നു? ബി, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഇല്ല, ശരിയാണ്. 4. ഓക്കെ, അപ്പൊ ആൻസർ എ ആണ്. കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ എ ആണോ? എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ശരി. Consider a relation R A, B, B, E with following 3 functional dependency. AB gives C, BC gives D, C gives E. Number of super key in the relation R is dash. 2 ആണോ? ആദ്യം ഇതിനകത്ത് കീ എന്താണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചേ. കീ ഏതാണ്? AB അല്ലേ കീ? കാരണം ABയുടെ ക്ലോഷർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? A കിട്ടും, B കിട്ടും, C കിട്ടും, D കിട്ടും, C അറിയാമെങ്കിൽ E കിട്ടും. അപ്പൊ എല്ലാ ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റി, ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ അത് കാരണം AB എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കീ അല്ലെ? വേറെ ഏതെങ്കിലും കീ ഉണ്ടോ? ഇവിടെ നിങ്ങൾ ഇതിനകത്ത് ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ RHS സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. RHS സൈഡിൽ എന്തൊക്കെയുണ്ട്? സി ഉണ്ട്, ഡിയും ഇയും ഉള്ളൂ. ഇ ഉണ്ട്. അപ്പോ റിമൈനിങ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇതിനകത്ത്? RHS സൈഡിനകത്ത് ഇല്ലാത്തത് എന്തൊക്കെയാണ്? എ ബി. അപ്പോ എല്ലാ കീസിനകത്തും എ ബി വേണം. എല്ലാ കീസിനകത്തും എ ബി എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വേണം. അപ്പൊ എ ബി മാൻഡേറ്ററി ആണ്. എ ബി ക്ലോഷർ എടുക്കുന്ന സമയത്ത് എല്ലാ ആട്രിബ്യൂട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും. ഓക്കെ, അത് എക്സാമ്പിൾ ഒരെണ്ണം വേറൊരെണ്ണം ഉണ്ട്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എ ബി എന്ന് പറയുന്നതാണ് കീ ആയിട്ട് കിട്ടിയത്. ശരി, അപ്പൊ എത്ര സൂപ്പർ കീ ഉണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സി ഡി ഇ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം? സൂപ്പർ കീ എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് കാൻഡിഡേറ്റ് കീ ആണ്. ഈ എ ബിയുടെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ആ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സി ഉള്ള ടേംസ് ഉണ്ട്, സി ഇല്ലാത്ത ടേംസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ 2 പ്രോബിലിറ്റി ഉണ്ട്. അതേപോലെ ഡി ഉള്ള കോമ്പിനേഷൻ ഉണ്ട്, ഡി ഇല്ലാത്ത കോമ്പിനേഷൻ ഉണ്ട്, 2. ഇ ഉള്ള കോമ്പിനേഷൻ ഉണ്ട്, ഇ ഇല്ലാത്ത കോമ്പിനേഷൻ ഉണ്ട്, 2. ടോട്ടൽ 2 × 2 × 2. ഓക്കെ, ആൻസർ 8 ആണ്. ഇല്ലാത്ത കോമ്പിനേഷൻ ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ഒരു സൂപ്പർ കീ ഉണ്ട്. ഇതിനകത്ത് സി ഉണ്ടല്ലോ. ഇനി എ ബി ഡി എടുക്കുക, ഇതിനകത്ത് സി ഉണ്ടോ? ഇല്ല. അപ്പോ സി ഉള്ള ഉണ്ടാവും, സി ഇല്ലാത്ത കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പൊ 2 ടൈപ്പ് പ്രോബിലിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബിലിറ്റീസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മുടെ മാത്സിലെ പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given an instance of the student relation as given below, for student name and student age to be key for this instance, the value should not be x should not be equal to dash. അതായത് ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റുഡന്റ് ഏജും സ്റ്റുഡന്റ് നെയിമും കീ ആയിരിക്കണം. കീ ആകണമെങ്കിൽ എന്ത് എക്സ് ആയിക്കൂടാ? എക്സിന്റെ വാല്യൂ എന്തായിക്കൂടാ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ? അതായത് ഇവിടെ സ്റ്റുഡന്റ് നെയിമും സ്റ്റുഡന്റ് ഏജും ആണ് എന്റെ കീ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായി? അപ്പോ കീ എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നുള്ള കാര്യം അറിയണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സിന്റെ വാല്യൂ വരുന്നത്. കീ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കീ എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളത്. രണ്ടുപേർക്കും യുണീക്ക് ആയിട്ട്, അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ശങ്കർ എന്ന് പറയുന്ന ആളാണ് ഇവിടെ ഉള്ളത്, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ സ്റ്റുഡന്റ് നെയിം ഇവിടെ എന്തുണ്ട്? ശങ്കർ എന്ന് പറയുന്ന വേറൊരാളും ഉണ്ട്. ഓക്കെ, 2 ശങ്കർ ഉണ്ട്. അപ്പൊ ഈ ശങ്കറിന്റെ ഏജ് എന്താണ്? 19 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിക്കൂടാ? 19 ആയിക്കൂടാ. 19 ആയി കഴിഞ്ഞാൽ എന്തായി പോകും? ഈ 2 വാല്യൂ യുണീക് പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ should not be equal to 90. ഓക്കെ, should not be equal to 90. നമുക്കറിയാം കീ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ 19 ആയി കഴിഞ്ഞാൽ ഈ റോയ്ക്കും ആ 2 വാല്യൂസും സെയിം ആയിരിക്കും. അപ്പൊ എന്ത് കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്തു? യുണീക് കൺസ്ട്രെയിൻ വയലേറ്റ് ചെയ്തു. ഓക്കെ, ശരി. A prime attribute of an relation schema R is an attribute that appear in dash. ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ല, ഇതാണ് എന്റെ കാൻഡിഡേറ്റ് കീസ് ഒക്കെ. എന്താണ് പ്രൈം ആട്രിബ്യൂട്ട്? എന്താണ് പ്രൈം ആട്രിബ്യൂട്ട്? കാൻഡിഡേറ്റ് കീസിനകത്തുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് ഞാൻ എന്താന്ന് വിളിക്കുന്നത്? പ്രൈം ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എ വരും, ബി വരും, സി വരും, ഡി വരും. നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്താണ്? കാൻഡിഡേറ്റ് കീസിനകത്ത് ഇല്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇയും എഫും. ഇനി ഇൻ ഓൾ കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുമ്പോൾ എല്ലാ കാൻഡിഡേറ്റ് കീയിലും ഉള്ള ആട്രിബ്യൂട്ട് ഏതാണ്? അങ്ങനെ പറയാൻ ഇതിന്റെ ഡെഫിനിഷൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ബി. ശരിയാണോ? കറക്റ്റ് ആണോ അത്?
അല്ല. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇൻ സം കാൻഡിഡേറ്റ് കീ ഓഫ് ആർ. ഓക്കെ. Some candidate here. Consider the following two statements about database transaction schedule. Strict two-phase locking protocol generate conflict serializable schedule that are recoverable. Timestamp ordering concurrency control protocol with the Thomson-Wright tool can generate view serializable schedule that are not conflict serializable. Which of the above statements are 1, 2, both 1 and 2, neither 1 and 2? No. Strict two-phase locking protocol എന്താണ്? കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആയിരിക്കും. അതേപോലെ അതിനകത്ത് റിക്കവറബിൾ ഷെഡ്യൂളും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്ത് ആകെ ഇല്ലാത്തതെന്ന് പറയുന്നത് ഡെഡ്ലോക്ക് ഫ്രീ ആയിരിക്കത്തില്ല. ഡെഡ്ലോക്ക് ഫ്രീ ആയിരിക്കത്തില്ല. സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് ഫ്രീ ആയിരിക്കത്തില്ല. ഇനി ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്നത് വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. വ്യൂ സീരിയലൈസബിൾ ആണ്. അത് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആവണമെന്നില്ല. കോൺഫ്ലിക്ട് സീരിയലൈസബിൾ ആയി കഴിഞ്ഞാലും റൈറ്റ് റൂൾ ഫോളോ ചെയ്യും. കോൺഫ്ലിക്ട് സീരിയലൈസബിൾ അല്ലാതെ വ്യൂ സീരിയലൈസബിൾ ആയി കഴിഞ്ഞാലും അത് ഫോളോ ചെയ്യും. രണ്ട് കാര്യങ്ങളും ട്രൂ ആണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളും ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. The relation book title price contain the title and price of different books. Assume that no two books have same price. What does the following query result? Select title from book as B, where select star from book as T, where T dot price greater than B dot price less than 5. ഈ കൊറിക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഈ ടൈപ്പ് കൊറിക്ക് നമുക്ക് ഒരു പേര് വിളിക്കും. അതിന്റെ പേരറിയാം. ഏതാ? Aggregate query. Aggregate query. Okay. Nested query. നെസ്റ്റഡ് ക്വറി ശരിയാണ്. നെസ്റ്റഡ് ക്വറിക്ക് അതിനെക്കാട്ടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വേറൊരു പേരുണ്ട്. ഞാൻ അഗ്രിഗേറ്റ് ക്വറി ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതിനെ വേറൊരു പേരായിരിക്കും അഗ്രിഗേറ്റ് ക്വറി എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല. പിന്നെ കോറിലേറ്റഡ് ക്വറി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കോറിലേറ്റഡ് ക്വറി അതായത് ഇവിടെ നമുക്ക് നെസ്റ്റഡ് ക്വറി ആണ്. ഇവിടെ ഒരു ഇന്നർ ഔട്ടർ ക്വറിയും ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഇന്നർ ക്വറിയും ഉണ്ട്. ഈ സെലക്ട് കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇന്നർ ക്വറി എന്ന് വിളിക്കുന്നത്. വെളിയിൽ എഴുതിയിരിക്കുന്നതിനാണ് നമ്മൾ ഔട്ടർ ക്വറി എന്ന് വിളിക്കുന്നത്. അപ്പോ ഔട്ടർ ക്വറിയില് ഉള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു വേരിയബിളിന്റെ കമ്പാരിസൺ നമ്മൾ ഇന്നർ ക്വറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയ ബി ഡോട്ട് പ്രൈസ് എന്ന് പറയുന്ന ഇന്നർ ക്വറിക്കകത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഔട്ടർ ക്വറിയുടെ വേരിയബിൾ ആണ് ബി എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ക്വറിയെ വിളിക്കുന്ന പേരാണ് കോറിലേറ്റഡ് ക്വറി എന്നത്. കോറിലേറ്റഡ് ക്വറി. അപ്പൊ നമുക്ക് സെയിം ടേബിൾ ആണ്. ആ സെയിം ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് രണ്ടായിട്ട് വിളിക്കുകയാണ്. ഒന്നിനെ ബി എന്നും ഒന്നിനെ സി എന്നും വിളിക്കും. അപ്പോ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ഞാൻ നോക്കിയിട്ട് ഇവനുമായിട്ട് കമ്പയർ ചെയ്യാണ്. ABC 100 100 ഞാൻ കമ്പയർ ചെയ്യുന്നു. ABC 100 കമ്പയർ ചെയ്യുമ്പോൾ അവന്റെ പ്രൈസ് എത്രയാണ്? 100 ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. ഇതിനകത്ത് 100നെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? കൗണ്ട് വാല്യൂ എത്രയാണ്? 100നെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകൾ? 4 books. 4 ബുക്കുണ്ട്. ABC എന്ന് പറയുന്നതിന്റെ കൗണ്ട് എത്രയാണ് കിട്ടിയത്? 4 ആണ് കിട്ടിയത് അല്ലെ? 4 ആണ് കിട്ടിയത്. ശരി, അടുത്തത് XYZ നമ്മൾ നോക്കുകയാണ്. XYZ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 ആണ്. 200നെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? 3 ബുക്കുകളുണ്ട്. PQRനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? 2. PQRനെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള
2 ബുക്കുകളുണ്ട്. ഇനി DEFനെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? 400നെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? 1. AAAനെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ബുക്കുകളുണ്ട്? 0. AAAനെ കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള 0 ബുക്ക്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെസ് ദാൻ 5 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ലെസ് ദാൻ 5. ഇനിയിപ്പോ ഞാനാണെങ്കിൽ ഒരു ഒരെണ്ണം കൂടെ എടുക്കുകയാണ്. EFF 50 ആണ് റുപ്പീസ്. EFF 50 ആണ് റുപ്പീസ്. ഇതിനെ കാട്ടി എത്ര ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ഉണ്ട്? 50 കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 എണ്ണം അല്ലേ? ശരി. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൗണ്ട് വാല്യൂ ലെസ് ദാൻ 5 ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി. അപ്പൊ ഇത്രയും ആൾക്കാരെ മാത്രം മതി അല്ലെ? ഇത്രയും ആൾക്കാരെ മാത്രം മതി. അപ്പൊ എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഇയാൾ എന്താണ്? AAA ഈ ലിസ്റ്റ് നോക്കിയിട്ട് എന്താണെന്ന് പറയാമോ? AAA എന്ന് പറയുന്ന 0 ആണ് വന്നിരിക്കുന്നത്. കൗണ്ട് 0 ആണ് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? അതിനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ബുക്കും ഇല്ല. സോ എന്തായിരിക്കും? ഹയസ്റ്റ് പ്രൈസ് ഉള്ള ബുക്ക് ആയിരിക്കും അത് അല്ലെ? ഇതിന്റെ മീനിങ് എന്താണ്? 1 ആണ്. 1ന്റെ മീനിങ് എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇത് തേർഡ് ലാർജസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇത് ഫോർത്ത് ലാർജസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഇത് ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്രൈസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്താണ്? ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്രൈസ് ഉള്ള ബുക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ആദ്യത്തെ 5 ഏറ്റവും കൂടുതൽ പ്രൈസ് ഉള്ള ബുക്കുകളുടെ ലിസ്റ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ആൻസർ എന്ന് പറഞ്ഞേ, ഏതാണ് ആൻസർ? ഡി. ഓക്കെ. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈറ്റിൽ ഓഫ് ഫസ്റ്റ് 5 മോസ്റ്റ് എക്സ്പെൻസീവ് ബുക്ക് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലും ഇതേപോലത്തെ എന്താണ് മാരത്തോൺ ക്ലാസ്. നാളെ ഏത് സബ്ജക്റ്റ് ആണെന്ന് അറിയാമോ? ഏത് സബ്ജക്റ്റ് ആണ് നാളെ? ഇത് DBMS ആയിരുന്നു. നാളത്തെ സബ്ജക്ട് ഏതാണ്? നാളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. അതോ ഇനി അടുത്തത് 16-ാം തീയതി അല്ലേ? കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. എല്ലാവരും ലിസ്റ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.